ഉണ്ണിയമ്മേ കുമ്പടി വന്നു. സംസ്കാര ശൂന്യത കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കുമ്പോൾ അത് ചർച്ച, അത് വാർത്ത. ബി.ജെ.പിക്കാരെ സംസ്കാര ശൂന്യത വാർത്തയല്ല, വാർത്തയല്ല. ഇന്നും കിട്ടിയില്ലേ? കിട്ടി. എന്തായിരുന്നു വിഷയം? പ്രകാശൻ, താങ്കളും മുഖ്യമന്ത്രിയുമൊക്കെ എന്തുകൊണ്ട് ജി സുധാകരൻ ഇത്തരം ഒരു പ്രയോഗത്തിന് അർഹനാണ് എന്ന് പറഞ്ഞു. അതിന്റെ പ്രധാന കാരണമായി പറഞ്ഞത് ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഇത്ര കാലം ഒരു സംഘടനയ്ക്കൊപ്പം നിൽക്കുകയും ആ സംഘടനയിൽ നിന്ന് എല്ലാ പദവികളും ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവസാനം ആ സംഘടനയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരിടത്ത് പോകുന്നു, എതിർപാളയത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ അർഹിക്കുന്ന വിശേഷണമാണ് എന്നാണ്. അങ്ങനെയെങ്കിൽ പ്രൊഫസർ കെ.വി. തോമസ് മുതൽ അൽഫോൺസ് കണ്ണന്താനം മുതൽ സി മുകുന്ദൻ വരെയുള്ളവർ ഈ പ്രയോഗം അർഹിക്കുന്നവരാണ് എന്നാണോ CPM-ന്റെ വിലയിരുത്തൽ? ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് LDF വിരോധികൾ നടത്തിയിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ടല്ലോ. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ച് ആക്രമിച്ച് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുക, അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുക. അതിന്റെ ഒരു നേതൃത്വം മനോരമ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഉള്ളടക്കമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നെ വിളിച്ചത് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇരിക്കട്ടെ അല്ലെന്ന് ആയിക്കോട്ടെ. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇപ്പോ KPCC അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ വിളിച്ചൊരു വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ വാക്ക് പരസ്യമായിട്ട് പറയാൻ പറ്റുന്നൊരു വാക്കല്ലാത്തോണ്ട് പറയുന്നില്ല. നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. പക്ഷെ അത് ചർച്ചയല്ലല്ലോ, ആ വാക്ക് അന്തരീക്ഷത്തിൽ നിൽക്കുന്നില്ലല്ലോ. കാരണം അത് പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസ് ആണ്, അതിന് വാർത്ത ഉണ്ടാവില്ല. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് സഭ്യതരെന്ന് മാത്രമല്ല, തരിത്തെറിയാണ്, പച്ചത്തെറി. ചർച്ച ചെയ്തോ? അപ്പോ നിങ്ങൾക്ക് താല്പര്യമാണ് പ്രധാനം. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മളെല്ലാം അതേ അത് ഒരു ദിവസം ചർച്ച ചെയ്തു. പക്ഷെ നിങ്ങൾ അദ്ദേഹം 5 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമല്ലേ നിങ്ങൾ ഇപ്പൊ പറയുന്നത്? 8 കൊല്ലം മുമ്പ് പറഞ്ഞ കാര്യമല്ലേ? ആ വാക്കല്ലേ അന്തരീക്ഷത്തിൽ നിൽക്കുന്നത്? ഒന്നും അറിയില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് നിങ്ങൾക്ക് പോലും പറയേണ്ടി വരുന്നു. അപ്പൊ പിന്നെ ഇനി എന്താണ് മാർഗം എന്ന് കണ്ടുപിടിക്കുമ്പോ ഇതേ മാർഗമുള്ളൂ, അപകീർത്തിപ്പെടുത്തുക. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം 1 മണിക്കൂറോളം നടത്തിയ അഭിമുഖത്തിലെ എന്തെന്തു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ സംബന്ധിച്ച് സംസാരിച്ചിരിക്കുന്നു. അതൊന്നും നിങ്ങൾക്ക് ചർച്ചാ വിഷയമല്ല. എന്നിട്ട് നിങ്ങൾക്ക് ചർച്ചാ വിഷയം ഈ പറഞ്ഞൊരു വാക്കാണ്. അപ്പോ ഉദ്ദേശം വെക്കുന്നതാണ്. ഞാൻ യഥാർത്ഥം മനസ്സിലാക്കിയില്ല. മനസ്സിലാക്കിയെങ്കിൽ ഞാൻ ഈ ചർച്ചക്ക് വരുമായിരുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ ചർച്ചയാകെ ഒറ്റ വാക്കിൽ ഒതുക്കി നിർത്തി അതിനെ ഉപയോഗിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് ലക്ഷ്യമെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഒന്നാം സ്ഥാനീയനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് യോജിച്ച പദപ്രയോഗങ്ങളാണോ ഇത് എന്നുള്ളത് തീർച്ചയായും സംസ്കാരമുള്ള ഒരു സമൂഹം ചർച്ച ചെയ്യും. ശ്രീ എം പ്രകാശൻ, നേതാക്കൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അതേത് നേതാവ് ഉപയോഗിച്ചാലും വ്യക്തിഹത്യ എന്നുള്ളത് വർത്തമാനകാല രാഷ്ട്രീയത്തിന് ആരും തന്നെ അത്യാവശ്യം സംസ്കാരത്തോടുകൂടി പെരുമാറുന്നത് പറയുന്ന ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. സംസ്കാര ശൂന്യത കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കുമ്പോൾ അത് ചർച്ച, അത് വാർത്ത. ബി.ജെ.പിക്കാരെ സംസ്കാര ശൂന്യത വാർത്തയല്ല, വാർത്തയല്ല. അത് നിങ്ങളുടെ ഭാഷയില് മുഖ്യമന്ത്രി നിങ്ങളുടെ ഭാഷ സംസ്കാര ശൂന്യത കാണിക്കുമ്പോൾ ചർച്ച. എന്നാൽ നാട്ടുകാരാകെ സംസ്കാര ശൂന്യമാണെന്ന് പറയുന്ന KPCC അധ്യക്ഷന്റെ പ്രശ്നം അത് നിങ്ങൾക്ക് ചർച്ചയല്ല. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. അപ്പൊ നിങ്ങള് മാധ്യമധർമ്മം പാലിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അത് ഞങ്ങൾ ചർച്ച ചെയ്യും, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുമുണ്ട്. വിദ്യാഭ്യാസമുള്ള ഒരുത്തനും നമ്മളെ പാർട്ടിയിലില്ലേ? ശ്രീ എം പ്രകാശനോട് ചോദിച്ചു, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒറ്റ വാക്കുകൂടി മനോരമക്കാരൻ സ്ഥിരമായിട്ട് UDF എതിരായിട്ട് ചർച്ച ചെയ്താൽ ഞാൻ രാഷ്ട്രീയ രംഗം ഉപേക്ഷിക്കും. നിങ്ങൾ അറിയുന്നുണ്ട് പറയുന്ന
മനോരമക്കാര് UDF നെതിരായിട്ട് സ്ഥിരമായിട്ട് ചർച്ച തിങ്കൾ, വെച്ചാൽ ചൊവ്വ ഞാൻ രാഷ്ട്രീയ ദിവസങ്ങളിൽ നിങ്ങൾ അറിയാത്തവർ ഞങ്ങളുടെ ചർച്ച കോൺഗ്രസിലെ സീറ്റ് തർക്കവും തമ്മിലടിയുമായിരുന്നു. അതൊന്നും ശ്രീ എം പ്രകാശൻ പറയണ്ട. താങ്കൾ ഉപയോഗിക്കുന്ന ഭാഷാ ശൈലി എനിക്ക് പരിചിതമല്ലാത്തതുകൊണ്ട് അത്തരം വാക്കുകൾ ഞാൻ പ്രയോഗിക്കുന്നില്ല. ശ്രീ എം പ്രകാശൻ, എന്റെ ചോദ്യം ഇതായിരുന്നു. ഏറെക്കാലം ഒരു പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുകയും എല്ലാ ആനുകൂല്യങ്ങളും പറ്റുകയും ചെയ്തതിനു ശേഷം കളം മാറി ചവിട്ടുന്നു എന്നുള്ളതാണ് G. സുധാകരനെതിരെ ഈ പ്രയോഗത്തിന് കാരണമെങ്കിൽ പ്രൊഫസർ KB തോമസ് മുതൽ അൽഫോൺസ് കണ്ണന്താനം മുതൽ CC മുകുന്ദൻ വരെയുള്ളവർ ഈ പ്രയോഗത്തിന് അർഹരാണോ എന്നാണ്. അത് കൂടെ ജീവിച്ചവർ പറയേണ്ടതാണ്, അനുഭവിച്ചവർ പറയേണ്ടതാണ്. ഞങ്ങൾ പറയേണ്ട കാര്യമല്ല അത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഖാക്കളുടെ രക്തവും വിയർപ്പും എല്ലാം ഉപയോഗിച്ച് ഇതൊരു നടക്ക് പോണ മാതിരില്ല. ഉപയോഗിച്ച് ഈ സമൂഹത്തിൽ മാന്യമായ സ്ഥാനം നേടിയ ആളുകളെ സംബന്ധിച്ചാ ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുമ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. രക്തവും വിയർപ്പും ഉപയോഗിച്ച് എല്ലാ ആനുകൂല്യങ്ങളും നേടി എല്ലാ പദവികളും നേടിയതിനു ശേഷം തനിക്ക് അധികാരമില്ല എന്ന് കാണുമ്പോൾ മറുകണ്ഠം ചാടുന്നവരെ കുറിച്ചാണല്ലോ ഇത് പറയുന്നത്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാത്രം മറുകണ്ഠം ചാടുന്നവരെ കുറിച്ച് അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിരി പോയി മണൽ വിൽക്കാൻ പോണു. അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പേരുകാരൊക്കെ അതിന് അർഹരാണോ? ഞങ്ങൾ അതാ പാർട്ടിക്കാരോട് ചോദിക്ക്. ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങൾ ദൈവം പോലെ കൊണ്ടുവരുന്ന മനുഷ്യന്മാര് ഈ വഞ്ചന കാണിക്കുമ്പോ പറയുന്നതാണ്. അവരോട് ചോദിച്ചോളൂ, അവർക്ക് അങ്ങനെ പറയേണ്ട വീട്ടൊന്നും. ഞങ്ങള് ജീവനെ പോലെ സ്നേഹിച്ചവർ, ഞങ്ങളുടെ സഖാക്കളുടെ രക്തവും വിയർപ്പും വഴി സമൂഹത്തിൽ മാന്യത നേടിയ ആളുകൾ, അവര് പ്രസ്ഥാനത്തെ പുറങ്കാൽ കൊണ്ട് തൊഴിക്കുമ്പോ അവർക്കുണ്ടാവുന്ന വികാരത്തെ വിസ്മരിക്കാൻ വേണ്ടി കഴിയില്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ശ്രീ വസന്ത്, ആളുകളെ സംബന്ധിച്ച് ഈ പ്രയോഗം നിങ്ങൾ നടത്തുവോ? അത് നിങ്ങളോട് ചോദിക്കാനാണ് പറഞ്ഞത്. ആളുകളുടെ പേരുകളൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് എത്ര പേർ ഞങ്ങളെ വിട്ടുപോയി ഈ തെരഞ്ഞെടുപ്പിൽ പോയിട്ടില്ലേ? ആരെങ്കിലും ഞങ്ങൾ അങ്ങനെ അവഗണിച്ചോ? ചതി ചെയ്താൽ ചതിയന്മാർ എന്ന് വിളിക്കാം, അല്ലാതെ ചെറ്റകൾ എന്നല്ല വിളിക്കേണ്ടത്. ശ്രീ പ്രകാശൻ മാസ്റ്റർ എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ രീതി അതിന് ശരിയാണോ എന്നത് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. ഞങ്ങൾ തമ്മിലുള്ള ഒരു ഏജ് ഗ്യാപ്പിന്റെ പ്രശ്നമായിരിക്കാം. അദ്ദേഹത്തിന് ഈ വാക്കിന്റെ വല്ലാത്ത തലവേദന. ഞാനൊന്ന് കിടക്കട്ടെ. ഇന്നത്തെ കാലത്തെ പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് തിരിയുന്നില്ല. അത് തിരിയാതെ ഉള്ള രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ പറഞ്ഞല്ലോ, ജനം നിങ്ങളെ ഡസ്റ്റ്ബിന്നിൽ ഇട്ട് ഫ്ലഷ് അടിച്ച് കളയാൻ അധികം സമയമില്ല എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.